ഇടത് വലത് മുന്നണികൾ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയല്ല. എൻ്റെ ലക്ഷ്യം വികസനമാണെന്ന് തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇനി കാര്യം നടക്കും, അത് തൻ്റെ ഉത്തരവാദിത്തമാണ്. രാജീവ് ചന്ദ്രശേഖർ ജനം ടിവിയോടാണ് തൻ്റെ നിലപാട് പങ്കുവച്ചത്. ആവശ്യം ഉജ്ജ്വലമായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാഹന പര്യടനവും പുരോഗമിക്കുകയാണ്. അഖിൽ പാലോട്ടുമടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അതിഗംഭീരമായി തന്നെ മുന്നേറുകയാണ്. എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോ അതിഗംഭീരമായി രണ്ടാം ദിവസവും പുരോഗമിക്കുകയാണ്. നമ്മൾ കാണുന്നത് പോലെ വലിയ ജനാവലി തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി വലിയ ഒരു ജനാവലി കാത്തിരിക്കുന്നത്. സാർ, ഇപ്പോൾ അങ്ങയുടെ ഈ ജനസമ്മതി കണ്ടിട്ടാവണമെന്ന് തോന്നുന്നുണ്ട്. LDF-ഉം UDF-ഉം ഒന്നടങ്കം അങ്ങക്കെതിരെയുള്ള ഒരു നിയമയുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നുണ്ട്? അത് ഞാൻ വന്നപ്പോ എനിക്ക് മാർച്ച് 6-ആം തീയതി എന്നോട് ആരോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നത് പുരോഗതിയും വികസനവും ഡെവലപ്മെന്റും സ്കില്ലും ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇവർക്ക് ഈ രണ്ട് പാർട്ടിക്ക് ആ ഇഷ്യൂസിൽ ഒരു പുതിയ ഐഡിയയോ ഒരു പുതിയ അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഈ ഡിബേറ്റിൽ പങ്കുപെടാൻ ഒന്നുമില്ല പറയാൻ. അതുകൊണ്ട് അവർക്ക് ഒരു നെഗറ്റീവ് രാഷ്ട്രീയം, പേഴ്സണൽ രാഷ്ട്രീയം എല്ലാം ചെയ്യാൻ അല്ലാണ്ട് ഒന്നുമില്ല. ഈ നിൽക്കുന്ന യുവാക്കൾ അടക്കമുള്ളവരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അങ്ങ് നടപ്പിലാക്കിയ ചില വികസന കാഴ്ചപ്പാട്, അതെല്ലാം ഈ യുവാക്കൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ DYFIയും AYFIയും ഒക്കെ ഇതിനെ എതിർക്കുകയാണ്. അങ്ങേ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എത്രയോ കാലമായിട്ട് 15-20 കൊല്ലമായിട്ട് നമ്മുടെ യുവാക്കൾക്ക് ഒരു പ്രോത്സാഹനമോ ഒരു അങ്ങനെ എൻകറേജ്മെന്റോ അങ്ങനെ ഒരു അവസരമോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ 37% ഇവിടുത്തെ കോളേജിലെ സീറ്റ്സ് എല്ലാം വേക്കൻ്റ് ആണ്. കുട്ടികളെല്ലാം നാട് വിട്ടിട്ട് പുറത്തു പോയി പണി ചെയ്യുന്നു, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. അതുകൊണ്ട് അതെല്ലാം മാറ്റണം. നമ്മുടെ തിരുവനന്തപുരത്ത് ആണ് ആ മാറ്റം തുടങ്ങേണ്ടത്. ഈ തിരുവനന്തപുരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം, ഒരു വികസനം, ഒരു പുരോഗതിയുടെ രാഷ്ട്രീയം, ഈ വേണ്ടാത്ത വാഗ്ദാനം കൊടുത്ത് ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയം, അതിനെ മാറ്റണം. ഇവിടെ നമ്മുടെ കുട്ടികൾക്കുണ്ട് അവകാശം, അവർക്കും വേണം പുരോഗതി. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വേണം, മാറ്റം ഉണ്ടാവും. ഇവിടെയും പുരോഗതിയും വികസനം വരും. ഇവിടെ ഇനി കാര്യം നടക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരു ടൈം ലൈൻ വെച്ചിരിക്കുകയാണ്, ഇനി കാര്യം നടക്കും എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക്, വാഹന പ്രചരണ ജാഥ അടക്കമുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് ഈ പ്രചരണം കടന്നു. എങ്ങനെ തോന്നുന്നുണ്ട്? ഈ കാര്യം നടക്കും എന്ന പ്രതീക്ഷ തന്നെ അല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം വേണം. മടുത്തിരിക്കുന്നു ജനങ്ങൾക്ക് ഈ വാഗ്ദാനവും ഒന്നും ചെയ്യാത്ത ഒരു രാഷ്ട്രീയവും. എത്രയോ കൊല്ലം, 65 കൊല്ലമായിട്ട് ഓരോന്നും പറയുന്നു. 15 കൊല്ലമായിട്ട് ഒരു MP എന്തെല്ലാം ബാർസിലോണ എന്നും പറയുന്നു. ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടക്കുന്നുമില്ല. അതെല്ലാം ജനങ്ങൾക്ക് ഒരു മടുത്തു. അവർക്ക് ഒന്ന് മുമ്പോട്ട് പോകണമെന്ന് അവരുടെ ഒരു അവകാശമാണ്. ആ അവകാശത്തിന് ഒന്ന് ശരിയാക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇതെനിക്കൊരു മത്സരമല്ല, ഞാനൊരു നിയോഗമായിട്ടാണ് കാണുന്നത്. തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ഇവിടെ വികസനം പുരോഗതി കൊണ്ടുപോകാനാണ് എൻ്റെ നിയോഗം. ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഇനി ഇവിടെ കാര്യം നടക്കും. വികസനമാണ് ഇനിയുള്ള മുഖ്യ അജണ്ടയായി ഇപ്പോൾ NDA മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വലിയ ആഘോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, അതിലേറെ ആഘോഷത്തോടെ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് വാഹന പര്യടനത്തിന് ഒപ്പം ക്യാമറമാൻ വിവേക് നേമവും അഖിൽ പാലോട്ടുമടവും, ജനം, തിരുവനന്തപുരം.